ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ BBA പറ്റിയിട്ടാണ് പറയുന്നത്. BBAയുടെ കൂടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ആഡ് ഓൺ കോഴ്സുകൾ, ഇന്റഗ്രേറ്റഡ് ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണ്, അതിന്റെ ജോലി സാധ്യതകൾ, അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയെ പറ്റി നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നു, ഒരുപാട് സജഷൻസ് വന്നു. ചിലർ എന്നോട് പേഴ്സണലി ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അതിനെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട്. നല്ല പ്രതികരണമായിരുന്നു. തുടർന്നുള്ള വീഡിയോകളിലും നല്ല പ്രതികരണങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. BBA ഒരു 3 വർഷ കോഴ്സാണ്. ആദ്യം തന്നെ BBA എന്താണെന്ന് ഞാൻ ഒരു ഔട്ട്ലൈൻ തരാം. നമുക്ക് ഒരു കമ്പനി ബേസ് ഉള്ള ജോലി, അതല്ല എങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് BBAയിൽ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത്. കമ്പനി ബേസ് ഉള്ള ജോലി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ സെയിൽസ് റിലേറ്റഡ് ജോബ് ഉണ്ട്, ഓപ്പറേഷൻസ് റിലേറ്റഡ് ജോബ് ഉണ്ട്, അക്കൗണ്ട്സ് റിലേറ്റഡ് ജോബ് ഉണ്ട്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, അങ്ങനെ പല രീതിയിലുള്ള ജോബ് ഉണ്ട്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാനും ഒക്കെ BBAക്കകത്ത് സിലബസുകൾ ഉണ്ട്. ഇതാണ് BBA എന്ന കോഴ്സ് കൊണ്ട് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ബിസിനസ്സിൽ ഒരുപാട് ടെക്നോളജീസ് കാര്യങ്ങൾ ഒക്കെ ചേഞ്ച് ആയി, മാർക്കറ്റിംഗ് ചേഞ്ച് ആയി, സെയിൽസിന്റെ കാര്യങ്ങൾ ചേഞ്ച് ആയി, ഓപ്പറേഷൻസിന്റെ കാര്യങ്ങൾ ചേഞ്ച് ആയി. ഇതിലെല്ലാം ഒരുപാട് ചേഞ്ചുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരുപാട് നൂതനമായിട്ടുള്ള ആഡ് ഓൺ കോഴ്സുകൾ ഉണ്ട് നിലവിൽ. ആ കോഴ്സുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒന്ന് സംസാരിക്കാം. ആദ്യം തന്നെ BBA പ്ലസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ആഡ് ഓൺ കോഴ്സാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ആദ്യം തന്നെ ആ കോഴ്സ് എന്താണ് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതും സാധനങ്ങളെ പറ്റി ഡീറ്റെയിൽ എടുക്കുന്നതും എല്ലാം ഓൺലൈൻ ത്രൂ ആണ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഓൺലൈനായിട്ട് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു, പക്ഷേ എത്ര പെട്ടെന്നാണ് വേറെ ഒന്നും അറിയാത്ത രീതിയിൽ പൈസ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി, സാധനം നമ്മുടെ വീട്ടിലെത്തും. ഈ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു നോളജും കാണില്ല. പക്ഷെ വളരെ വാസ്റ്റ് ആയിട്ടൊരു വർക്ക് ഫോഴ്സും സിസ്റ്റവും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പഠനമാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ആപ്പുകളുണ്ട്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ആപ്പുകൾ. ഇതിന്റെയൊക്കെ പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. അതായത് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും രാജ്യത്തായിരിക്കും. നമ്മൾ ആ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നതും അതിന്റെ ഫീച്ചേഴ്സ് അറിയുന്നതും ഒക്കെ മറ്റ് ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്നിട്ടായിരിക്കും. അവിടെ നിന്ന് നമ്മൾ അത് ഓർഡർ ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തു നിന്ന് ആ സാധനം നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. അതിന്റെ ഇടയ്ക്ക് ഷിപ്പിംഗ്, വെയർ ഹൗസിങ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, അതേപോലെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ഒരു സാമാന്യ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൺലൈൻ ബേസ് ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് നടത്തുന്നതിന്റെ ആ ഒരു വർധനവ് ഒന്ന് നോക്കുക. പണ്ട് കുട്ടികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ മാതാപിതാക്കളും അതിലും മുതിർന്ന ആൾക്കാരും ഒക്കെ ആ രീതിയിലാണ് സാധനങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങളിൽ ഈ ഒരു മേഖല വളർന്നു തന്നെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ജോലി സാധ്യത ഉണ്ടാവും. സോ BBA പ്ലസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കോഴ്സുമാണ്. അതേപോലെ തന്നെ BBAയുടെ കൂടെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള കോഴ്സുമാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അതേപോലെ നമുക്ക് BBAയുടെ കൂടെ എടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോമിസിംഗ് ആയിട്ടുള്ള കോഴ്സാണ് ഏവിയേഷൻ മാനേജ്മെന്റ് പ്ലസ് ക്യാബിൻ ക്രൂ തുടങ്ങിയ ആ ഒരു മേഖലയിൽ വരുന്ന കോഴ്സുകൾ. എന്താണെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എയർപോർട്ട് റിലേറ്റഡ് ജോബുകളാണ്. ഒരുപാട് ജോലി സാധ്യത ആ ഒരു മേഖലയിലുണ്ട്. പ്രൊഫഷണലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു പ്രൊഫഷനാണ് ഏവിയേഷൻ മേഖല. അതായത് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ജോബ് ചെയ്യാൻ പറ്റും. വലിയൊരു ഹാർഡ് വർക്കിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ പ്രോമിസിംഗ് ആയിട്ട് നമുക്കൊരു ജോലി തുടങ്ങാനും പറ്റും. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും പറ്റും. ഇനി മറ്റൊരു ആഡ് ഓൺ കോഴ്സിനെ നമുക്ക് പരിചയപ്പെടാം.
അതായത് BBA പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും മറ്റേത് ആപ്പ് തുറന്നാലും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പരസ്യവും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു ബിസിനസ് ഡെവലപ്പ് ആവണമെങ്കിലും ഒരു ബിസിനസ് റൺ ആവണമെങ്കിലും ഒക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് പോസ്റ്റർ ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് വീഡിയോ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് ഇൻഡിവിജ്വലി ജോലി ചെയ്യാനും അതേപോലെ തന്നെ മൾട്ടിനാഷണൽ ലെവൽ കമ്പനീസിലും പെട്ടെന്ന് ജോലി കിട്ടാനും ഒക്കെ ഈ കോഴ്സ് സഹായിക്കും. അതുകൊണ്ട് കണ്ണുടച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. BBAയുടെ കൂടെ തന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗും ഡിപ്ലോമയായിട്ട് 3 വർഷത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ പാഷനേറ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ താല്പര്യപൂർവ്വം നല്ല ഹാർഡ് വർക്ക് അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺ ഉറപ്പായിട്ടും കിട്ടും. 3 ആഡ് ഓൺ കോഴ്സുകളെ പറ്റി നമ്മൾ സംസാരിച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഏവിയേഷൻ മാനേജ്മെന്റ് തുടങ്ങിയവയായിരുന്നു ആ കോഴ്സുകൾ. അതിന്റെ സാധ്യതകളെ പറ്റിയും ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നിട്ടുണ്ട്. നമുക്ക് ഏത് സ്ട്രീം പഠിച്ചവർക്കും, അതായത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSC തുടങ്ങിയ ഏത് പഠിച്ചവർക്കും ഈ കോഴ്സുകൾ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ PG ലെവൽ കോഴ്സ് MBA ആണ്. MBA പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. പണ്ട് കാലഘട്ടങ്ങളിൽ പ്രായമായവർ പറയുമായിരുന്നു, എല്ല് മുറിയെ പണിയെടുത്താൽ പല്ല് മുറിയെ തിന്നാം. അതെ, ഹാർഡ് വർക്കിന്റെ ടൈം ആയിരുന്നു പണ്ട്. എന്നാൽ ഇപ്പോൾ ഹാർഡ് വർക്ക് മാറിയിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് വേണം, എന്നാൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തും സ്മാർട്ട് വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്നത്തെ കാലത്ത് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. സ്മാർട്ട് വർക്ക് ഏറ്റവും കൂടുതലും വരുന്ന ഒരു മേഖലയാണ് BBA റിലേറ്റഡ് കോഴ്സുകളിൽ. അതുകൊണ്ട് BBA പറ്റി പറയുമ്പോൾ സ്മാർട്ട് വർക്കിനെ പറ്റി ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു വേണം പോവാൻ. അതേപോലെ ടൈമിനും ഇവിടെ വളരെ പ്രസക്തമായ പ്രാധാന്യമുണ്ട്. കൃത്യമായ ടൈമിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും വേണം. BBA പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യമായിരുന്നു ഓൺട്രപ്രണർഷിപ്പിനെ പറ്റി. എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, അതേപോലെ ഒരു ഓൺട്രപ്രണർ എങ്ങനെ ആവാം, BBA എങ്ങനെ ഒരു ഓൺട്രപ്രണറിനെ മോൾഡ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ. സോ ഒരുപാട് പേര് ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പല സംശയങ്ങൾ കാരണവും റിസ്ക് ഫാക്ടറും ഒക്കെ വെച്ചിട്ട് പലരും ആ ഒരു ഫീൽഡിലോട്ട് വരുന്നില്ല. എന്നാൽ എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒക്കെ കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഓൺട്രപ്രണർഷിപ്പിനെ പറ്റി സംസാരിക്കാം. അതുവരേക്കും നന്ദി, നമസ്കാരം.